ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 സീറ്റും UDF ജയിക്കുമെന്ന് KPCCയുടെ വിലയിരുത്തൽ. 4 മണ്ഡലങ്ങളിൽ കടുപ്പമേറിയ മത്സരം നടന്നുവെന്ന് വിലയിരുത്തിയ യോഗം സംസ്ഥാന സർക്കാരിനെതിരെ നിശബ്ദ തരംഗമുണ്ടായിരുന്നുവെന്നും അഭിപ്രായപ്പെടുന്നു. അവസാന സമയത്തെ പുനഃസംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമായെന്നും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. പലയിടത്തും കടുത്ത മത്സരം നടന്നുവെന്ന് പറയുമ്പോഴും 20 സീറ്റും ജയിക്കുമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. തൃശൂരിൽ 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷം K മുരളീധരൻ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. LDF 2ാം സ്ഥാനത്തെത്തും. നാട്ടിക, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ DS സുനിൽകുമാർ ലീഡ് ചെയ്യും. ബാക്കി 5 മണ്ഡലങ്ങളിലും ലീഡ് UDFനായിരിക്കും. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം BJP 2ാം സ്ഥാനത്തെത്തുമെന്നും നേതൃയോഗം വിലയിരുത്തി. കണ്ണൂരിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് K സുധാകരൻ നേതൃയോഗത്തിൽ പറഞ്ഞു. എന്നാൽ അവസാനത്തോടെ അത് പരിഹരിച്ചു. അതിനാൽ ജയം ഉറപ്പെന്നും K സുധാകരൻ പറഞ്ഞു. പാലക്കാട് താൻ തോൽക്കുമെന്നത് വെറും പ്രചരണമായി കണ്ടാൽ മതിയെന്ന് VK ശ്രീകണ്ഠൻ യോഗത്തിൽ വ്യക്തമാക്കി. പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നുവെന്നാണ് നേതൃത്വം വിലയിരുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെ നിശബ്ദ തരംഗമായിരുന്നു ഉണ്ടായിരുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുമുന്നണിയെയായിരിക്കും ബാധിക്കുക എന്നും KPCC കണക്കുകൂട്ടുന്നു. എന്നാൽ വോട്ട് ചെയ്യാത്ത ആളുകളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ KPCC താഴെത്തട്ടിൽ നിർദ്ദേശം നൽകി. വോട്ട് ചെയ്യാത്ത ആളുകളെക്കുറിച്ച് ഒരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്നതിനെ കുറിച്ച് അവർക്ക് അന്വേഷിക്കാം. UDF അനുഭാവികളായ വോട്ടർമാർ വന്നിട്ടില്ലെങ്കിൽ അത് വ്യക്തമായി അതിന്റെ കാരണവും അതും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് 24-ാം തീയതിക്ക് മുമ്പ് KPCCയിൽ നൽകാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവസാന മണിക്കൂറിലെ ബ്ലോക്ക് മണ്ഡലം തല പുനഃസംഘടന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിഫലിച്ചെന്ന് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നു സമയം പോയതെന്ന് സ്ഥാനാർത്ഥികളുടെ പരാതി. 24 തിരുവനന്തപുരം.